കണ്ണിൽ പെടാതെ അതിനെ എങ്ങനെ അങ്കിളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനല്ലേ ഞാൻ ഈ കണ്ണാടി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വരാം ഷാഡോഖാൻ. ഇനി ഞാനാ നിങ്ങളുടെ യജമാനൻ. ഇത് എടുത്തോണ്ട് വെക്കോളൂ. കൂടുമാറിപ്പോയ ആ ആടിനെ എടുത്തോണ്ട് വരൂ. സൂപ്പർ കണ്ണടയാ. 3Dനേക്കാളും സൂപ്പർ ആയിട്ടുണ്ടല്ലോ. 3D ആണ് കേളിയാണെന്നൊന്നും പറയണ്ട. ഇത് കളിക്കാനുള്ള സാധനമല്ല. ഞാൻ ഒരാടായിട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ എവിടെ പോയി ഇരുന്നേനല്ലേ? ഓണറുടെ സ്വപ്നത്തിനകത്ത് പോവും. അതാ അവിടെയുണ്ട്. ആടാ വീട്ടിനകത്തേക്കാ പോയിരിക്കുന്നത്. ആട് അയാളുടെ തലയ്ക്കകത്ത് പോയല്ലോ. അതെന്തിനാ അങ്ങേരുടെ തലയ്ക്കകത്ത് പോകുന്നത്? അവരുടെ സ്വപ്നത്തിൽ സംസാരിക്കാനാ. അന്ന് ഞാൻ പുറത്തു വന്നപ്പോ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നില്ലേ? അത് എന്താ ചെയ്യുന്നത് നമ്മൾ അറിയണം. അങ്കിളുടെ മന്ത്രശക്തി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിലല്ലേ മാർക്കറ്റ് ഫേമസ് ആകാൻ പറ്റൂ. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാത്രം എന്താ വെളിയിൽ കിടക്കാൻ അനുവദിക്കുന്നേ? അത് തെറ്റാണ്. അതൊക്കെ പോട്ടെ, വെയിൽ സമയത്തെങ്കിലും എന്നെ ഒന്ന് ഷേവ് ചെയ്ത് കൂടായോ? ആട് സംസാരിക്കുന്നു. വാവ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവന്മാരെ ആരാ വിളിച്ചത്? ആടിന്റെ ആവി അവരിതാ വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് വലിയ ആപത്തായ കാര്യമാണല്ലോ. ഷാഡോ കോൺസ് ഇപ്പൊ മായാവിക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്? ആര് വിളിച്ചാലും ഇവന്മാർ വരുന്ന തോന്നുന്നേ. ഇവരുടെ കാര്യം ഞാൻ വരാം. അത് വളരെ ആപത്താണ്. കണ്ണാടി വെച്ചവരെ നിങ്ങൾ അടിക്കില്ലല്ലേ? അടിക്കില്ലല്ലോ. അടിക്കുന്നോ? ഇതാണടാ അടിക്ക് തിരിച്ചടി. ആടിന്റെ ആവി ഇനിയും അതിന്റെ ശരീരത്തിൽ ഒന്നും ചേർന്നിട്ടില്ലല്ലോ. അത് പേടിച്ചെന്നാ തോന്നുന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യും അങ്കിൾ? ആടിനെ പിടിക്കാൻ വേണ്ടി വേറൊരാടിനെ കൊണ്ടുവരണമെന്നാണോ? നമുക്കതിനോട് സംസാരിച്ചാലോ? പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ലല്ലോ. അദ്ദേഹം നമ്മളെ പേടിപ്പിക്കാനാ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. എപ്പോ വേണമെങ്കിലും നമ്മളെ തിരിച്ചു വിളിക്കും. ഹലോ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ആഹാരമെല്ലാം കിട്ടുമോ? എന്ത് സംഭവിച്ചു? ആ ആടിനെ പിടിക്കാൻ അത്രയ്ക്ക് പ്രയാസമോ? ജൂലിയ ആടിന്റെ ആവിയെ സ്വപ്നത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അത് വന്ന ഉടനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണത്രേ. അങ്കിൾ, അങ്ങനെ ആട് തിരിച്ചു വന്നാലും ആ ഷാഡോ കോൺസ് തൊട്ടു പിന്നെ തന്നെ കാണുമല്ലോ. അത് കറക്റ്റാണ് ജാക്കി. പക്ഷെ ഞാൻ ആടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ഷാഡോ കോൺസ് കൈകാര്യം ചെയ്യണം. നേരത്തെ തന്നെ നീ അതിനുവേണ്ടി പരിശ്രമിച്ച് തോറ്റുപോയിരിക്കുകയാണടാ. ഷാഡോ കാർഡല്ല കിങ് കോങ് വന്നാലും ഈ വളയത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതും ജൂലി ഉറങ്ങുന്നത് വരെ. ഓ, എന്നാ ഉറങ്ങാം.